ഹലോ എവരിവൺ. IIT JAM എന്താണ്? IIT JAM ഇക്കണോമിക്സ് എന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? IITകളിൽ ഇക്കണോമിക്സ് പഠിക്കാമോ? ഇനി ഇൻ കേസ് ഇക്കണോമിക്സ് പഠിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സിലബസ് കവർ ചെയ്യണം? അറ്റ് ദ സെയിം ടൈം ആ എക്സാമിന്റെ പാറ്റേൺ എന്താണ്? ആ എക്സാമിന്റെ മാർക്കിംഗ് സിസ്റ്റം എന്താണ്? ആരാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്ത് ബേസിസിലാണ് ഈ ഒരു എക്സാം, എത്രത്തോളം സ്കോർ ചെയ്ത് നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാം? ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് എല്ലാവർക്കും, അതായത് ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി ഇപ്പം UG കഴിഞ്ഞവരായിക്കോട്ടെ, PG കഴിഞ്ഞവരായിക്കോട്ടെ, ഇങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികൾക്ക് സ്ഥിരമായിട്ട് വരാനുള്ള ഒരു ഡൗട്ടാണിത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IIT JAM എക്സാം എന്താണ്, IIT JAM ഇക്കണോമിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് എക്സാം പാറ്റേൺ നടക്കുന്നത്, ഈ വർഷം ആരാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇക്കണോമിക്സ്? നമുക്കറിയാം, ബേസിക്കലി ഇക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇക്കണോമിക്സ് ഓൾറെഡി നമ്മൾ പഠിച്ച കുട്ടികളാണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന എന്താണ് ഇക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ ഞാൻ കോയിൻ ചെയ്തിട്ടുള്ളത്. സോ അതാണ് ഇക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഇക്കണോമിക്സ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കെ, സോ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കണോമിക്സിന് രണ്ട് സ്ട്രാറ്റജി ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അറ്റ് ദ സെയിം ടൈം ഇതല്ലാതെ ഇന്ത്യൻ ഇക്കണോമി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് IIT JAM? IIT JAM എന്ന് പറഞ്ഞാൽ ദ JAM സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്നാണ് JAM. ജാമിന്റെ എക്സ്പാൻഷൻ ആണ് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ്. IIT നമുക്കറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അപ്പം IIT JAM എന്ന് പറഞ്ഞ സബ്ജക്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IIT JAM എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്താണ്? ബേസിക്കലി IIT JAM എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന IITകൾ, NITകൾ, IIScകൾ, ഇങ്ങനെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആസ്പിറൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് IIT JAM എന്ന് പറയുന്നത്. സോ 2021 മുന്നേ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ സയൻസ് സബ്ജക്റ്റുകൾ മാത്രമായിരുന്നു ഈ ഒരു എക്സാമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ആയിരുന്നു ബേസിക്കലി IIT JAMൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2021 തൊട്ട് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സോഷ്യൽ സയൻസ് സബ്ജക്റ്റും IIT JAM എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? IITകളിലുള്ള ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് അഡ്മിഷൻ ടെസ്റ്റ് ആണ് ഈ IIT JAM ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഓരോ വർഷം ഈ എക്സാം ഓർഗനൈസ് ചെയ്യുന്നത് ഓരോ IITകളായിരിക്കും. ഓക്കെ, സോ ഈ വർഷം, അതായത് 2023 ഇനി വരാൻ പോകുന്ന IIT JAM കണ്ടക്ട് ചെയ്യുന്നത് IIT ഗുവാഹത്തി ആണ്. സോ ഓൾട്ടർനേറ്റീവ് IITകളായിരിക്കും ഈ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ IIT ആയിരിക്കില്ല, ഓരോ വർഷവും ഓരോ IITs ആയിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതൊരു ഡയറക്റ്റ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ഫോർ അറൌണ്ട് 3000 സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് അഡ്മിഷൻ ടെസ്റ്റ് ആണ് IIT JAM എന്ന് പറയുന്നത്, ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അറ്റ് ഡിഫറെന്റ് IITs, IISc, NITs. ഇവിടേക്കൊക്കെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സാം അല്ലെങ്കിൽ എൻട്രൻസ് ക്ലിയറൻസ് ടെസ്റ്റ് ആണ് IIT JAM എന്ന് പറയുന്നത്. സോ IIT JAM എന്താണ്? ഇറ്റ്സ് എ പെർഫെക്റ്റ് ഓപ്ഷൻ ഫോർ an MSc എൻട്രൻസ് ഫോർ ദ ആസ്പിറൻസ് who wish to get a seat in IITs, NITs or IISc. സോ ഇവിടെ ഞാൻ ഇതിന്റെ വെബ്സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് ആണ് ഈ 2023 IIT JAM കണ്ടക്ട് ചെയ്യാൻ പോകുന്ന. അതുപോലെ തന്നെ 2023 IIT JAMന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് IIT JAM ഇക്കണോമിക്സ്? നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ 2021 ബേസിക്കലി ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് IIT JAMന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. മേജർ സബ്സെക്ഷൻസ് കം അണ്ടർ IIT JAM ഇക്കണോമിക്സ്. നമുക്ക് എന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇക്കണോമിക്സിൽ തന്നെ മൈക്രോ, മാക്രോ, ഇന്ത്യൻ ഇക്കണോമി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് IIT JAM ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ IIT JAM ഇക്കണോമിക്സ് ക്ലിയർ ആക്കണമെങ്കിൽ we have ample information about all the syllabus, like all the concepts come under the syllabus. അതായത് മാക്രോ, മൈക്രോ, ഇന്ത്യൻ ഇക്കണോമി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്.
അപ്പം IIT നമുക്കറിയാം ഒരു മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അവിടുത്തെ കോഴ്സ് ഡെലിവറിംഗ് ഒക്കെ. അപ്പം ഇവിടെ നമ്മൾ IIT JAM ഇക്കണോമിക്സിന്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫോക്കസ് മോർ ഓൺ ഇക്കണോമിക്സ്, ലൈക് മാത്സ് ആസ്പെക്ട് ഓഫ് ഇക്കണോമിക്സ്. സോ ഇക്കണോമിക്സ് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ ആഫ്റ്റർ ദ കോഴ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇക്കണോമിക് അനലിസ്റ്റ്, ഇക്കണോമിക് റിസർച്ചർ, ഇക്കണോമിക് കൺസൾട്ടന്റ്, അങ്ങനത്തെ ഒരുപാട് ഹയർ ലെവൽ ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പം ഇക്കണോമിക്സിൽ നമ്മൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതും ഫ്രം IITs, എസ്പെഷ്യലി ഫ്രം IITs ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ടാവും ഒരു ജോബ് മാർക്കറ്റിലേക്കൊക്കെ വരുമ്പോൾ. അപ്പൊ മറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അക്കാഡമിക് റിസർച്ചേഴ്സ് ഉണ്ടാവും, ഇന്ത്യൻ ഇക്കണോമിക് സർവീസസിൽ പോവാം, ബാങ്കിങ് സർവീസസ് ആക്കാം, റിസ്ക് അനലിസ്റ്റ് ആക്കാം, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇക്കണോമിസ്റ്റ് ആയി റിസർച്ചർ ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇനി ഈ എക്സാമിന്റെ പാറ്റേൺ എന്താണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് എ പാറ്റേൺ ഓഫ് IIT JAM ഇക്കണോമിക്സ്. അപ്പൊ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ ഒന്നും നടന്നു വന്നിട്ടില്ല. കാരണം നമുക്ക് ആകെ കമ്പൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ടും 2021 നടന്നിട്ടുള്ള എക്സാം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു എക്സാമിന്റെ ബേസിസിൽ വെച്ച് മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം പാറ്റേൺ ഇതാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക് ടു 5 years ഒന്നും എടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്കില്ല. സോ ഈ എക്സാം ഒരു 3 hours എക്സാം ആയിരിക്കും. അറൌണ്ട് 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ 60 ക്വസ്റ്റ്യനെ തന്നെ വി ഹാവ് ടു ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 മാർക്കാണ്. അപ്പൊ 100 മാർക്കും 60 ക്വസ്റ്റ്യനുമാണ് നമുക്ക് ഈ ഒരു എക്സാമിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു നമുക്ക് 3 സെക്ഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 സെക്ഷൻ ഉണ്ട് ഈ ഒരു എക്സാമിന്. A സെക്ഷനിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നൊരു കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദാറ്റ് ഈസ് കം അണ്ടർ സെക്ഷൻ A. സെക്ഷൻ Bയിൽ നോക്കുകയാണെങ്കിൽ 10 മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ട് മോർ ദാൻ 10 ക്വസ്റ്റ്യനിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് അത് ആൻസർ ചെയ്താൽ മതി. അതാണ് സെക്ഷൻ B. സെക്ഷൻ C നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറൌണ്ട് 20 നമ്പർ ഓഫ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് സെക്ഷൻ Cയിൽ. ഓക്കെ, ഇനി ഇതിന്റെ മാർക്കിംഗ് സ്കീം എന്താണ്? ആക്ച്വലി ഇതിന്റെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് സെക്ഷൻ Aക്ക് മാത്രം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും, സെക്ഷൻ Bക്കും Cക്കും നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. മാർക്കിംഗ് സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ മാർക്കിംഗ് സ്കീം എന്താണെന്ന് നോക്കാം. സെക്ഷൻ A മാത്രം തന്നെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പാർട്ടിൽ 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 മാർക്ക് വെച്ചിട്ടുള്ള 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ സെക്ഷനിൽ, അതായത് 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ആ സെക്ഷനിൽ 1/3 ആയിരിക്കും നമ്മുടെ നെഗറ്റീവ് മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റുകയാണെങ്കിൽ അതിന്റെ 1/3 മാർക്ക് ആയിരിക്കും ഡിഡക്റ്റ് ആവുന്നത്. റിമൈനിങ് 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ചിട്ടായിരിക്കും. അതിന്റെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 2/3 ആയിരിക്കും ഓരോ തെറ്റുത്തരത്തിനും കുറയുന്നത്. സെക്ഷൻ Bയിലേക്ക് വരികയാണെങ്കിൽ സെക്ഷൻ Bയിൽ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. 10 മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച്, അതായത് 10 മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ച് 20 മാർക്സ് ആയിരിക്കും സെക്ഷൻ Bയിൽ ഉണ്ടാവുക. ഓക്കെ, സോ സെക്ഷൻ Cയിൽ എന്താണ്? സെക്ഷൻ Cയിൽ 30 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 മാർക്ക് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും. അതായത് 10 ന്യൂമറിക്കൽ ആൻസേഴ്സിന് 1 മാർക്ക് വിൽ ബി അവോയ്ഡഡ് ഫോർ 10 ന്യൂമറിക്കൽ ആൻസേഴ്സും 2 മാർക്സ് ഫോർ ദ അതർ റിമൈനിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ 30 മാർക്കിൽ തന്നെ 2 ഡിവിഷൻ ഉണ്ട്, 10ഉം 20ഉം ആയിട്ട്. 10 ക്വസ്റ്റ്യൻസിന് 1 മാർക്ക് വെച്ചും ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പൊ Bയിലും C സെക്ഷനിലും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി IIT JAM ഇക്കണോമിക്സ് എന്താണ്, അതായത് IIT JAM എക്സാം എന്താണ്, ഇക്കണോമിക്സിന്റെ എക്സാം ഏത് കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് നടക്കുന്നത് എന്നൊക്കെ നമുക്കൊരു ജനറൽ ഐഡിയ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.